അപ്പോൾ ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ സമയത്തിൻ്റെ ക്രമമനുസരിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. സൃഷ്ടിയെ സംബന്ധിച്ചുള്ള വിവരണമാണ്. 1, 2, 3, 4, 5, 6 ഈ ദിവസങ്ങളിലെ സൃഷ്ടി വിവരണമാണ് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ 1-ാം അധ്യായത്തിൻ്റെ സൃഷ്ടി വിവരണത്തിൽ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ചില നിരൂപകന്മാരുടെ അഭിപ്രായം. പരസ്പര വിരുദ്ധമായിട്ട് കാര്യങ്ങൾ അവിടെ അവതരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അത് വിശ്വാസയോഗ്യമല്ല. നിരീശ്വരവാദികളും യുക്തിവാദികളും ഈ വേദഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ എതിര് അഭിപ്രായങ്ങൾ പറയുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഇതിൻ്റെ ദുരൂഹതകൾ എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രതിപാദ്യ വിഷയം. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഭൂമി എങ്ങനെ ഉണ്ടായി? പ്രപഞ്ചത്തിൽ പെട്ടതാണ് ഭൂമി മനുഷ്യൻ്റെ വസതിയായതുകൊണ്ട് ദൈവം പ്രത്യേക സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മറ്റ് ഗ്രഹങ്ങളെ പോലെയോ സൂര്യനെ പോലെയോ ഒന്നുമല്ല എന്നുള്ള കാര്യം, ആ സൃഷ്ടിയിലുള്ള വ്യത്യാസം അതുകൂടി നമ്മൾ ഇവിടെ ഒന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചമുണ്ടായത് എങ്ങനെയാണ് എന്നുള്ള ശാസ്ത്ര സത്യങ്ങൾ വളരെ ആളുകൾക്കും ഇന്ന് വളരെ അറിയാവുന്ന കാര്യമാണ്. ബിഗ് ബാങ് എന്ന് പറയുന്ന ആ മഹാവികാസത്തിലൂടെ ഈ പ്രപഞ്ചം ഉണ്ടായി എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളിൽ പലരും അതങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുകൂടി ഈ വിഷയത്തിൽ കൂടെ പരിശോധിക്കുവാൻ നാം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വാക്യമൊന്ന് വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ, ഈ ആദി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് നമുക്കും ശാസ്ത്രത്തിനും ബൈബിളും ഈ കാലഘട്ടത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് നമുക്ക് ഒരു അറിവ് തരുന്നില്ല. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. ഇവിടെ ആകാശമെന്നുദ്ദേശിച്ചിരിക്കുന്നത് സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളെ സംബന്ധിച്ചാണ്, അല്ലാതെ ശൂന്യതയെക്കുറിച്ചല്ല. ശൂന്യത നേരത്തെ മുതലേ ഉള്ളതാണ്. അതിന് ആകാശമെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ ശൂന്യതയിൽ തന്നെയാണ് ഈ സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങൾ നിൽക്കുന്നതെന്നാണ്. അപ്പോൾ ഈ സൃഷ്ടവസ്തുക്കൾ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു വിഷയം. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഊർജത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ, നെഗറ്റീവും പോസിറ്റീവും ആയ ചാർജുകൾ, ന്യൂട്രോൺ, ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ, ഇത് അദൃശ്യമായിട്ട് പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്ന, ഇതിനെ മൊത്തത്തിൽ നമുക്ക് ഊർജം എന്ന് പറയാം. പ്രപഞ്ചം ഈ സ്പേസിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഊർജത്തിൽ നിന്നാണ്
സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പേ ഉള്ളതാണ് ഊർജം. സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. ഊർജത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഊർജത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഈ വിധങ്ങളായ ചാർജുകൾ വഹിക്കുന്ന മൂലകങ്ങളുടെ ആറ്റങ്ങൾ, ഇത് വേണ്ടത്ര ചൂടിൻ്റെ സഹായത്തോടെ രാസപ്രക്രിയയിലൂടെ കൂടിച്ചേർന്ന് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടായി. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ ഉണ്ടായ സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും തീരുമാനിച്ചതാണോ? ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ട് ഉണ്ടായേക്കാമെന്ന് തീരുമാനിച്ചതല്ല. അപ്പം ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാകട്ടെ എന്ന് തീരുമാനിച്ച ഒരു നിർമ്മാതാവ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്നുള്ളതാണ് യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന രഹസ്യം. ഈ ഇലക്ട്രോണും പ്രോട്ടോണുകളുടെയും ഈ ചാർജുകൾ ഇതിന് ലഭിക്കുന്നില്ലെങ്കിൽ ഈ രാസപ്രക്രിയയിലൂടെ ഒരു സൃഷ്ടികർമ്മങ്ങളും നടക്കുകയില്ല എന്നുള്ളതാണ്. അപ്പം ഇതിന് ലഭിച്ച ഈ ചാർജുകൾ അത് ദൈവം കൊടുത്ത ശക്തിയാണ്. അപ്പം സർവശക്തിയുടെയും ഉറവിടവും ആരംഭവും ദൈവമാണെന്ന് സമ്മതിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് പഠിക്കുവാൻ. അതുകൊണ്ടാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നെഴുതി. ഇനി ദൈവം സൃഷ്ടിച്ചില്ല എന്ന് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതണം? ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടായി എന്നെഴുതണം. അപ്പം ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടായെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള ചോദ്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ അത് ഊർജത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയും. ഊർജം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കും. അപ്പോഴും ആദ്യ കാരണത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ ഒരു ഈശ്വരവിശ്വാസിയും ഒരു നിരീശ്വരവാദിയും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായി. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഒരിക്കൽ ഈശ്വരവിശ്വാസിയുടെ വീട്ടിലേക്ക് ഈ നിരീശ്വരവാദി കടന്നു ചെന്നു. ഒരു സുഹൃത്തുക്കളായതുകൊണ്ട് അവർക്ക് എപ്പോഴും കാണുവാനും സംസാരിക്കാനും സാധിക്കും. അങ്ങനെ ചെല്ലുമ്പോൾ ഈ വിശ്വാസിയായ അദ്ദേഹത്തിൻ്റെ മേശയിൽ ഒരു ഭൂഗോളം ഇരിക്കുകയാണ്. ഭൂഗോള മാതൃക, ഗ്ലോബ്. വളരെ മനോഹരമായി അക്ഷാംശ രേഖാംശ രേഖകളൊക്കെ അടയാളപ്പെടുത്തി ഓരോ ഭൂഖണ്ഡങ്ങളുമൊക്കെ കൃത്യമായി വരച്ചടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന മനോഹരമായ ഒരു ഗ്ലോബ്. ഇത് കണ്ടപ്പോൾ ഈ ചെന്ന ആൾ ചോദിച്ചു, ഇത് ആര് ഉണ്ടാക്കിയതാണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതാരും ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞു. കേട്ടോ. അപ്പം നിരീശ്വരവാദിക്ക് ഉത്തരം മുട്ടി. ആരും ഉണ്ടാക്കാതെ ഈ ഗ്ലോബ് ഉണ്ടാകുകയെന്നുള്ള തത്വം പുള്ളിക്ക് ഒന്നുകൂടെ ഓർമ്മിക്കേണ്ടി വന്നു. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആര് സൃഷ്ടിച്ചു എന്ന് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരം ഇവിടെ റെഡിയായിരിക്കുകയാണ്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ അത് നമ്മളെ കൂടുതൽ വിവരിച്ച് പറയുന്നത് ഭൂമിയെക്കുറിച്ചാണ്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു.
എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആയിരുന്നില്ല ഭൂമി അന്ന് ഉണ്ടായതെന്നാണ്. ഈ ഭൂമി ഉണ്ടാകുന്ന ആദ്യത്തെ ഘട്ടത്തിൽ അത് പാഴും ശൂന്യവുമായിരുന്നു. പ്രയോജനത്തിന് ഉതകാത്ത വിധത്തിലായിരുന്നു അതിൻ്റെ ഘടന. അടുത്തത് ഭാഗം പറയുന്നത് ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ദ്രാവകാവസ്ഥയിലായിരുന്നു, വെള്ളത്തിൻ്റെ അവസ്ഥയിലായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു എന്ന് പറയും. പ്രപഞ്ചം മുഴുവൻ ഇരുളായിരുന്നു. പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുവാനുള്ള നക്ഷത്രങ്ങളും സൂര്യനും ഒക്കെ ആദിയിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നെങ്കിലും ഈ ഭൂമിയിലേക്ക് വെളിച്ചം എത്തുവാനുള്ള സമയമായി ഇട്ടില്ല. കാരണം ആദിയിലെന്ന് പറയുന്ന ഇവിടെ പറയുന്ന ആദിയുടെ കാലദൈർഘ്യത്തിൽ അനേക കോടി ഗാലക്സികളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന മിൽക്കി വേ ഗാലക്സി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ സൃഷ്ടിച്ചിട്ടുള്ള ഗാലക്സികൾ, അതിൽ നിന്നുള്ള വെളിച്ചങ്ങളൊന്നും ഈ പാഴിൽ ശൂന്യമായിരുന്ന ഭൂമിയെ പ്രകാശിപ്പിക്കാൻ തക്ക വിധത്തിൽ അത്ര പ്രകാശിതവും ദൈർഘ്യവും ഉള്ളതായി ഇങ്ങോട്ട് ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ പ്രകാശം. അതുകൊണ്ട് ഭൂമിക്ക് രൂപം കൈവരുന്നതുവരെ ഭൂമിയുടെ മീതെ ഇരുളായിരുന്നു. സൂര്യൻ പ്രകാശിക്കാൻ തുടങ്ങിയത് മൂലമാണ് ഭൂമിയുടെ ഇരുൾ മാറിക്കിട്ടിയത്. അതിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ട സൂര്യൻ്റെ പ്രകാശമോ നക്ഷത്രങ്ങളുടെ പ്രകാശങ്ങളോ ഒന്നും ഭൂമിയിലേക്ക് എത്തിയിരുന്നില്ല. ഈ ഭൂമി മുഴുവൻ നീരാവി പടലങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി ഉൾപ്പെടുന്നതായ സ്പേസ് മുഴുവൻ ഇരുൾ കൊണ്ട് മൂടിയിരുന്നു എന്ന ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ ആത്മാവ് പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടം, അതിൻ്റെ ദൈർഘ്യവും പറയുന്നില്ല. ഭൂമി തണുത്ത് ഉറച്ച് അത് ഖരാവസ്ഥയിലായി തീരുവാൻ എടുക്കുന്ന കാലഘട്ടം, അത് വളരെ ഒരു നീണ്ട കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ആ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നു. ആളുകളുടെ വിചാരം ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് വെള്ളത്തിൻ്റെ മീതെ ഈ ലാവയായി കിടക്കുന്ന ഈ ഭൂമിയുടെ അതിൻ്റെ മീതെ ദൈവം ഇരുന്ന് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. ഇത് അക്ഷരാർത്ഥത്തിലല്ല, ഇത് അലങ്കാരമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നൂറ്റാണ്ടുകളുടെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമഫലമായിട്ട് ഭൂമിക്ക് ഈ രൂപം കൈവന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നത്. അപ്പം ഇത് ആദ്യം സൃഷ്ടിക്കപ്പെട്ട ആ പ്രപഞ്ചത്തിൽ നിന്നും ഭൂമി സൃഷ്ടിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ വന്നപ്പോഴേക്കും സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ പതിയാൻ തുടങ്ങി. അപ്പോഴാണ് വെളിച്ചം ഭൂമിയിലേക്ക് എത്തിത്തുടങ്ങി. അത് നക്ഷത്രങ്ങളുടെ വെളിച്ചമല്ല, ഒരു സൂര്യൻ്റെ വെളിച്ചമാണ്. ഭൂമിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് ഒരു സൂര്യനാണ്. ഒന്നിൽ കൂടുതൽ സൂര്യന്മാരെ സൃഷ്ടിച്ചിട്ടില്ല. ഈ സൂര്യനെ മിൽക്കി വേ ഗാലക്സി സൃഷ്ടിക്കുന്ന കാലത്താണ് ഈ സൂര്യനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഗാലക്സികളുടെ എണ്ണമൊന്നും നമുക്കറിയാൻ പാടില്ല. അത്
ഈ സ്പേസിൽ അതിവിദൂരതയിൽ കോടാനുകോടി ഗാലക്സികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നാം ഇന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നും ഭൂമിയിലേക്ക് വെളിച്ചമെത്താത്ത നക്ഷത്രങ്ങൾ, അനന്തവിദൂരതയിലുള്ള നക്ഷത്രങ്ങൾ ഇന്ന് സയൻസ് കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമി ഉൾപ്പെടുന്ന മിൽക്കി വേ ഗാലക്സിയിൽ നിന്നുകൊണ്ടുള്ള പഠനവും കണ്ടുപിടുത്തങ്ങളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ്റെ വെളിച്ചം ഭൂമിയിൽ പതിക്കുവാൻ തുടങ്ങി. അതിനെക്കുറിച്ചാണ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അക്ഷരാർത്ഥം എന്താ സംഭവിച്ചത്? ഈ പരിവർത്തന ഫലമായി ഭൂമി ഒന്നിനൊന്ന് ഖരരൂപത്തിലായി. ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഭൂമിക്ക് ചുറ്റുമുണ്ടായിരുന്ന വാതകങ്ങളും ദ്രാവകങ്ങളും ആയ പൊടിപടലങ്ങളുമായിട്ടുള്ള ഈ വസ്തുക്കളൊക്കെ നീങ്ങി അന്തരീക്ഷം ക്ലിയറായി എന്നാണ് അർത്ഥം. അന്തരീക്ഷം ക്ലിയറായപ്പോൾ ഒന്നാം ദിവസം തന്നെ സൃഷ്ടിക്കപ്പെട്ട സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ എത്തിത്തുടങ്ങി. അവിടെ വെളിച്ചമുണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്, സൂര്യനുണ്ടാകട്ടെ എന്നല്ല. സൂര്യൻ ആദ്യമേ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതാണ് സൂര്യൻ. അതുകൊണ്ട് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭൂമിയെ മൂടിയിരുന്ന ആ നീരാവി പടലങ്ങൾ അത് കുറേ ജലമായിട്ടും കുറേ നീരാവിയായിട്ടും വേർപെട്ടതിൻ്റെ ഫലമായി അന്തരീക്ഷം വളരെ നോർമലായി. അങ്ങനെയാണ് സൂര്യപ്രകാശം ഇവിടെ എത്തുന്നത്. അപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. ഈ ഒന്നാം ദിവസം എന്ന് പറയുന്ന ഈ കാലഘട്ടം ഭൂമിയുടെ പരിവർത്തന കാലം. അത് രൂപപ്പെട്ടു വന്നതോടുകൂടിയാണ് ദിവസം ആരംഭിക്കുന്നത്. അതായത് രാവും പകലും ആരംഭിക്കുന്നു. അപ്പോൾ ഭൂമിയുടെ മേൽ പിന്നെ സദാസമയം ഇരുളില്ല. പകുതി പകലും പകുതി രാവുമായിട്ട് തിരിയുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിന് വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. അപ്പം ഈ ഒന്നാം ദിവസത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായ കണക്കുകളൊന്നും വേദപുസ്തകം തരുന്നില്ല. ആദിയിൽ എന്ന് പറയുന്ന ആ കാലഘട്ടത്തെക്കുറിച്ചും വ്യക്തമായ യാതൊരു കാലദൈർഘ്യത്തെക്കുറിച്ചുള്ള രേഖകളൊന്നും ഇല്ല. പിന്നെ പറയുന്നത് 6-ാം വാക്യം മുതൽ പറയുന്നത് 2-ാം ദിവസത്തെക്കുറിച്ചാണ്. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പം 2-ാം ദിവസം ഒരു വിധാനമാണ് ഉണ്ടാകും. വിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷം. ഭൂമിക്കൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു, വായുമണ്ഡലം. ഈ വായുമണ്ഡലം, അതിന് മുകളിലുള്ള വെള്ളം, താഴെയുള്ള വെള്ളം എന്ന് 2 വിധത്തിൽ ഈ വെള്ളങ്ങളെ വേർതിരിക്കുന്നു. എങ്ങനെയാ മുകളിലുള്ള വെള്ളം എന്ന് പറയുന്നത്? ആ ഭൂമി തണുത്ത് ഉറച്ച് ഭൂമിയിൽ നിന്ന് ഉയർന്ന നീരാവി അത് വലിയൊരു മേഘപടലമായി ഈ വായുമണ്ഡലത്തിന് മുകളിൽ പോയി നിന്നു. അല്ലെങ്കിൽ വായുമണ്ഡലത്തിനോട് ചേർന്ന് തന്നെ നിന്നു. അതാണ് വിധാനത്തിന്
മീതെയുള്ള വെള്ളം, വിതാനത്തിന് കീഴെയുള്ള വെള്ളം. ഭൂമി തണുത്ത് ഉറഞ്ഞപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഉണ്ടായി വന്ന നീരാവി, ആ നീരാവി ആണ് സമുദ്രമായി തീർന്നത്. ഈ ഭൂമി പാഴും ശൂന്യമായി വെള്ളങ്ങളുടെ ഒരു കൂട്ടമായി കിടന്നു എന്ന് പറഞ്ഞാൽ ഇത് ദ്രാവക രൂപത്തിലായിരുന്നു എന്നുള്ളതിൻ്റെ ഒക്കെ തെളിവാണ് ഈ നീരാവി ഘനീഭവിച്ച് തണുത്ത് അത് ജലമായി. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്. 2 പത്രോസ് 3:5 പറയുന്നുണ്ട്, വെള്ളങ്ങൾ വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി എന്ന് പറയുന്നു. പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്ന് നാം അറിയുന്നു. വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. ഇപ്പം ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറയുന്നു. വെള്ളത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായതെന്നാണ് ശാസ്ത്രം പറയുന്നത്. പരിണാമവാദം അങ്ങനെ പറയും. വെള്ളത്തിൽ നിന്നാണ് ജീവൻ ഉടലെടുത്തത്. ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യത്തിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യവും അതിൻ്റെ കാര്യവും ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പം വിതാനത്തിന് മീതെയുള്ള വെള്ളം, വിതാനത്തിന് താഴെയുള്ള വെള്ളം. അപ്പോൾ വിതാനത്തിന് താഴെയുള്ള വെള്ളവും മുകളിലുള്ള വെള്ളവും തമ്മിൽ ദൈവം വേർതിരിച്ചു 2-ാം ദിവസം. ഈ 2-ാം ദിവസം എന്ന് പറയുന്നതും വളരെ ദൈർഘ്യമേറിയ ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഇന്ന് കണക്കൂട്ടുന്ന പോലെയുള്ള 24 മണിക്കൂറുകൾ കൂടുന്ന ദിവസമല്ല. ഇപ്പം 2-ാം ദിവസം ഇവിടെ വായുമണ്ഡലമുണ്ടായി, സമുദ്രം, അതിനുള്ള വെള്ളവും ഇവിടെ ഉണ്ടായി. ഇപ്പോൾ 2-ാം ദിവസത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിതാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിതാനമുണ്ടാക്കിയിട്ട് ദൈവം വിതാനത്തിന് കീഴുള്ള വെള്ളവും വിതാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിതാനത്തിന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. അപ്പോൾ വിതാനത്തിന് മീതെയുള്ള വെള്ളം, വിതാനത്തിന് താഴെയുള്ള വെള്ളം, ഇങ്ങനെ 2-ാം ദിവസം വേർതിരിക്കുന്നു. ഇപ്പം 3-ാം ദിവസത്തെക്കുറിച്ച് 9-ാം വാക്യത്തിൽ, ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്തു കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 3-ാം ദിവസത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഭൂമിയുടെ ഉപരിതലം കണ്ടു തുടങ്ങിയെന്നാണ്. ഉപരിതലം കണ്ടു തുടങ്ങിയപ്പോഴേക്കും ഈ ബാക്കി വരുന്ന വെള്ളം അത് പിന്നെ എന്തു ചെയ്തു? ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ഭൂമിയെന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. എന്താ, 3-ാം ദിവസത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ കരയും കടലും തമ്മിൽ വേർതിരിക്കുന്നു. ഈ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏതോ ഒരു വലിയ ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടിയാണ് ഈ നിർമ്മാണം നടക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു മഹാസൃഷ്ടി ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുവാൻ ഒരു ശക്തിമാനും ബുദ്ധിമാനും ജ്ഞാനസമ്പൂർണനുമായ ഒരു ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ശാസ്ത്രജ്ഞന്മാരിൽ തന്നെ പലരും ഈ പ്രപഞ്ചം ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ടെന്നു തോന്നുന്നു എന്ന് വിചാരിക്കുന്ന വിധത്തിലുള്ള സംശയങ്ങളുള്ളവർ തന്നെയായിരുന്നു. അതിൽ പകുതി പേർക്കെങ്കിലും ഈ സൃഷ്ടാവെന്ന് പറയുന്ന ഒരു ദൈവം ഇതിന് പിന്നിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ. കാരണം ഇതിൻ്റെ ഓരോ
സൃഷ്ടവസ്തുക്കളുടെയും നിലനിൽപ്പ് ക്രമീകരണങ്ങൾ ഒക്കെ പരിശോധിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഈ പ്രപഞ്ചം ട്യൂൺ ചെയ്തു വച്ചിരിക്കുന്നതായിട്ട് തന്നെ തോന്നും. നമ്മൾ ബാക്കി 3 ദിവസത്തെ സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ഉദ്ദേശം ശരിയാണെന്ന് ബോധ്യമാക്കുന്ന വിധത്തിൽ തന്നെയാണ് 4-ാം ദിവസം മുതലുള്ള ബാക്കി സൃഷ്ടികളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ സംശയം മാറിക്കിട്ടും. പിന്നെ അടുത്ത വിഷയം, വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരുണ്ട്. നല്ലതെന്ന് ദൈവം ഭൂമിയിൽ നിന്ന് വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. അപ്പോൾ 3-ാം ദിവസം തന്നെ സസ്യങ്ങൾ, വൃക്ഷങ്ങൾ എല്ലാം സൃഷ്ടിക്കപ്പെടുവാണ്. കാരണം ഇപ്പോൾ ഇവിടെ വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, സൂര്യൻ്റെ ചൂടുണ്ട്. അങ്ങനെ ഈ ഭൂമി ഒരു ക്രമീകൃതമായ അവസ്ഥയിലായി തീർന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ ദൈവം പറയുന്നത്, പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവ ഉണ്ടാകട്ടെ എന്നല്ല. ഇവയെല്ലാം 1-ാം ദിവസം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവയുടെ വെളിച്ചങ്ങൾ ഇനി ഇവിടെ എത്തിയാൽ മതി. ഇപ്പോൾ ഈ 4-ാം ദിവസമാകുമ്പോഴേക്കും ഭൂമിയുടെ അന്തരീക്ഷം കുറെ കൂടി കട്ടി കുറഞ്ഞു. നക്ഷത്രങ്ങളുടെ വെളിച്ചം കുറേശ്ശെങ്കിലും എത്താൻ തുടങ്ങി. ചന്ദ്രൻ്റെ വെളിച്ചം എത്താൻ തുടങ്ങി. സൂര്യൻ്റെ വെളിച്ചം അതിനു മുമ്പേ തന്നെ എത്തിയത് തന്നെയാണ്. അതുകൊണ്ട് ഈ നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, അവയെക്കുറിച്ചുള്ള ഉദ്ദേശത്തെക്കുറിച്ചാണ് പിന്നെ വെളിപ്പെടുത്തുന്നത്. വെളിച്ചങ്ങളുണ്ടാകട്ടെ, അവ അടയാളങ്ങൾ, കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ. ഇപ്പം 4-ാം ദിവസം സൃഷ്ടിക്കുകയല്ല ചെയ്തത്. 4-ാം ദിവസം ഇതിൻ്റെ വെളിച്ചങ്ങൾ ഭൂമിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 1-ാം ദിവസം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ 4-ാം ദിവസവും സൃഷ്ടിച്ചു എന്നാണ് ഈ തിയറിക്കാരൻ പറയുന്നത്. അദ്ദേഹം അത് മനസ്സിലാക്കാത്തതിൻ്റെ പേരില്ല. 4-ാം ദിവസം സൃഷ്ടിക്കുകയല്ലേ ഇത്, അതിൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളായി കാലം, ദിവസം, സംവത്സരം ഇതൊക്കെ തിരിച്ചറിയുവാൻ വേണ്ടി ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഇത് 1-ാം ദിവസം ഉണ്ടാക്കിയ കാര്യം ഇവിടെ ഒന്ന് വിവരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ 4-ാം ദിവസം ഉണ്ടാക്കി എന്നല്ല ഇവിടെ പറയുന്നത്. ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പം 2 വലിയ വെളിച്ചങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ? ഭൂമിയോട് ബന്ധപ്പെടുത്തിയ ഇവിടെ 2 വലിയ വെളിച്ചങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചന്ദ്രനും സൂര്യനും ഭൂമിയെ പ്രകാശിപ്പിക്കാൻ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രഹവും ഒരു നക്ഷത്രവുമാണ്. സൂര്യൻ ഏറ്റവും ചെറിയ നക്ഷത്രമാണ്. അതിന് ഭൂമിക്ക് ചൂടും പ്രകാശവും തരുവാനുള്ള അകലത്തിൽ അതിനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം 1-ാം ദിവസം തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്.
ഈ ഒന്നാം ദിവസത്തെ സൃഷ്ടിയിൽ ഈ മിൽക്കി വേ ഗാലക്സി കൂടാതെ അതിനു മുമ്പുള്ള ഗാലക്സികളെ, കോടാനുകോടി ഗാലക്സികളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവായിട്ട് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ഗാലക്സികൾ അത് വളരെ വിദൂരതയിലാണ്. ഭൂമിയിലേക്ക് ഇന്നുവരെയും വെളിച്ചമെത്താത്ത നക്ഷത്രങ്ങളുണ്ടെന്ന് വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്. സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു യൂദായുടെ ലേഖനത്തിൽ. ഇതെല്ലാം പ്രപഞ്ചത്തിൽ ദൈവം വച്ചിരിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എല്ലാം നിയമ അധിഷ്ഠിതമായിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കൃത്യമായ അകലത്തിലും വേഗത്തിലും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ സപ്തർഷി, മകയിരം, കാർത്തിക, ഈ നക്ഷത്രമണ്ഡലങ്ങൾ, തെക്കേ നക്ഷത്രമണ്ഡലം, യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന തെക്കേ നക്ഷത്രമണ്ഡലം എന്ന് പറയുന്നത് മിൽക്കി വേ ഗാലക്സിയെ കുറിച്ചാണ്. അതിൽപ്പെട്ടതാണ് നാം അധിവസിക്കുന്ന ഈ ഭൂമി. അപ്പം ഈ ഭൂമിയെ സംബന്ധിച്ച് ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഭൂമിക്ക് ഇഷ്ടം പോലെ ജലം ലഭിക്കുവാൻ വേണ്ടി മഹാസമുദ്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഭൂമിയെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴി കൊണ്ട് മൂടിയെന്ന, ഭൂമിയെ ചുറ്റിവളഞ്ഞ് മഹാസമുദ്രങ്ങൾ അങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നു. ഭൂമിയെ പ്രകാശിപ്പിക്കാൻ രണ്ട് വലിയ വെളിച്ചങ്ങൾ, ഭൂമിക്കെതിരെ വരുന്ന മറ്റ് ചിഹ്നഗ്രഹങ്ങളെ, ഉൽക്കകളെയെല്ലാം തടയുവാൻ വായുമണ്ഡലം, ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ശ്വസിക്കുവാനുള്ള ഓക്സിജൻ, മറ്റ് വാതകങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഭൂമിയുടെ ആവരണമായി മനുഷ്യന് വേണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളും ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. ഭൂമിയിൽ മാത്രമല്ല, പ്രപഞ്ചത്തിൽ ഇങ്ങനെ 118 മൂലകങ്ങളുണ്ടെന്നാണ്. ഈ 118 മൂലകങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ മൂലകങ്ങളെല്ലാം അതാതിൻ്റെ അനുപാതത്തിലും അതാതിൻ്റെ സൃഷ്ടിക്ക് ആവശ്യമായ താപത്തിലും ദൈവം അത് വിനിയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ ഇന്നും സൃഷ്ടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യചന്ദ്രൻ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഗാലക്സികൾ ഇന്നും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ആരെ കാണുന്നത്? നമ്മൾക്ക് കാണാനൊരു പരിധിയുണ്ട്. നമ്മളുടെ പരിധി വിട്ട് കഴിഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടവസ്തുക്കളെ കണ്ട് സന്തോഷിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. അവർക്കും ഇതൊക്കെ ആവശ്യമാണ്. യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുന്നു. യോബിനോട്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. അതിൻ്റെ അളവ് നിയമിച്ചവൻ ആർ? നീ അറിയുന്നു, അല്ല അതിന് അളവുനൂൽ പിടിച്ചവനാണ്. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദേവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാടുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? യോബിനോട് ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ യോബുണ്ടായിരുന്നോ? ഇല്ല. യോബിനോട് ചില കാര്യങ്ങൾ ദൈവം അരുളി ചെയ്യുകയാണ്. നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം, അല്ല അതിൻ്റെ അളവ് നൂൽ പിടിച്ചവനാർ. ഭൂമിക്ക് കൃത്യമായ ഒരു ആകൃതിയും കൃത്യമായ ഒരു അളവും തൂക്കവും ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് യോബിനോട് പറയുന്നു.
പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ, ഇവിടെ ദൈവപുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മീയ ദൂതന്മാരെ സംബന്ധിച്ചാണ്. പ്രപഞ്ചത്തിൻ്റെ മനുഷ്യന് കണ്ടെത്താൻ പറ്റാത്ത ഗാലക്സികളെ കാണുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. നമ്മളിവിടെ ഭൂമിയിലുള്ള സൃഷ്ടവസ്തുക്കളെ കണ്ടാണ് സന്തോഷിക്കുന്നത്. അവർക്ക് ദൂതന്മാർക്ക് സന്തോഷിക്കാൻ മറ്റ് സൃഷ്ട വസ്തുക്കൾ, മറ്റ് ഗാലക്സികളുണ്ട്, അവർക്കത് കാണാൻ പറ്റും. അവർ സന്തോഷിച്ചു. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിൻ്റെ അളവ് നൂൽ പിടിച്ചവനാണ്. ഭൂമിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പണിയുമ്പോൾ മൂലക്കല്ലിട്ട് വീട് പണിയുന്ന കാര്യമല്ല. അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഭൂമി മറ്റ് ഗ്രഹങ്ങളുമായിട്ട്, സൂര്യനുമായിട്ട് നിശ്ചിതമായ അകലത്തിലും വേഗത്തിലും സഞ്ചരിക്കുന്നു, കറങ്ങുന്നു. അത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു നിയമമാണ്, പാലിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അനുസ്മരിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ്. പിന്നെയോ, ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രങ്ങളാൽ അടച്ചവനാണ്. എവിടുന്ന പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ? ലാവാരൂപമായി കിടന്ന ഭൂമി, വളരെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന ഭൂമിയിൽ നിന്ന് അത് തണുത്തതിനനുസരിച്ചുണ്ടായിരുന്ന ജലം, ഭൂഗർഭജലം, അത് പുറന്തള്ളി വന്നതാണ് മഹാസമുദ്രമായി തീർന്നത്. ഇന്നും ഭൂമിയുടെ ഒരു അന്തർഭാഗത്ത് നീരാവിയും ലാവയുമായി ഇന്നും കുറേ ഭാഗം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിൻ്റെ മർദ്ദവും ചൂടും കൂടുമ്പോഴാണ് അത് അഗ്നിപർവ്വതമായിട്ട് പുറന്തള്ളുന്നത്. നേരത്തെ തന്നെ അതിങ്ങനെ പുറന്തള്ളപ്പെട്ടതുകൊണ്ട് ഭൂമിക്ക് ഇന്ന് ഒന്നുമല്ല ഇന്നും ഭൂകമ്പം നടക്കുന്നത്. ഇത് ആദ്യമേ തന്നെ ഉണ്ടായിരുന്ന താപത്തിൻ്റെയും മർദ്ദത്തിൻ്റെയും ഫലമായി ചാടിപ്പുറപ്പെട്ട ജലം, അതാണ് സമുദ്രമായി തീർന്നത്. അങ്ങനെ മുകളിലേക്ക് പോയ ജലം, ആകാശവിതാനത്തിൽ നിന്ന ജലം നോഹയുടെ കാലത്ത് ജലപ്രളയമായി തീർന്ന ഭൂമിയിൽ പെയ്തു. അത് സമുദ്രത്തിലേക്ക് വന്ന് നിറഞ്ഞു. അങ്ങനെ ജലപ്രളയ ശേഷമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ആ തെളിവായ പ്രകാശങ്ങളെ ജലപ്രളയ ശേഷമാണ്. അങ്ങനെ സമുദ്രത്തെ അവൻ ഓടാമ്പലുകളാൽ, കതകുകളാൽ അടച്ചു. ഇതാരടച്ചെന്ന് നിനക്കറിയാമോ എന്ന് യോബിനോട് ചോദിക്കുകയാണ്. അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരിരുളിനെ ചുറ്റാടയും സമുദ്രത്തിലെ ജലം ഉരുട്ട് പോലെ തോന്നും. നമ്മൾ ഭൂമിയിൽ കാണുന്ന പോലെയുള്ള ായിട്ടൊന്നും സമുദ്രത്തിലില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഭയാനക അന്തരീക്ഷത്തില്ല സമുദ്രം. കതകും ഓടാമ്പലും വെച്ചു നിനക്ക് വരാം, ഇത് കടക്കരുത്. ഗർവം അലയ്ക്കും. എത്ര ശക്തമായ തിരമാല വന്നാൽ പോലും ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കുക, അതിന് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു. ഭൂമിയെ മൂടാതിരിക്കാൻ, മനുഷ്യനെ സംരക്ഷിക്കാൻ,
ഭൂമിയിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കും. ഈ ഗാലക്സികളും ഇതെല്ലാം ദൈവം മനുഷ്യനെന്ന് പറയുന്ന മഹത്തായ ദൈവത്തിൻ്റെ ആദർശത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനെക്കുറിച്ചുള്ള ഈ വിവരണങ്ങളെല്ലാം വേദപുസ്തകത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അനുദിനം ഈ വിലയേറിയ സത്യങ്ങൾ പഠിക്കുവാനും അതുവഴി ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ദൈവത്തിൻ്റെ ഭാവി നിർണയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസവും പ്രത്യാശയുമുള്ളവരായിരിക്കാനും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കേട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കാം.